നമസ്കാരം. ഇറാനിൽ ഖമനൈ യുഗം അവസാനിച്ചു. അശാന്തമാണ് ഗൾഫ് ഉൾപ്പെടുന്ന മധ്യപൂർവേഷ്യ. നിലയ്ക്കാത്ത നിലവിളികൾ, അണപൊട്ടുന്ന രോഷം, ഞെട്ടിപ്പിക്കുന്ന സ്ഫോടന ശബ്ദങ്ങൾ, കൺമുന്നിൽ മരിച്ചു വീഴുന്ന പ്രിയപ്പെട്ടവർ. ഓരോ യുദ്ധവും ബാക്കി വയ്ക്കുന്നത് എന്താണ്? നഷ്ടപ്പെട്ട ജീവനുകൾ, തകർന്ന കെട്ടിടങ്ങൾ, അംഗഭംഗം വന്ന് ജീവച്ഛവമായവർ, ഉറ്റവരെയും ഉടയവരെയും നഷ്ടമായവർ. അതിനപ്പുറം എന്ത്? ഹുങ്കും വമ്പും സമാസമം ചേർത്ത് അധികാരത്തിൻ്റെ ഉന്മാദത്തിൽ യുദ്ധക്കൊതിയുമായി പാഞ്ഞു നടക്കുന്നവരെ, നിങ്ങളോടാണ് യുദ്ധമല്ല വേണ്ടത്, സമാധാനമാണ്. ഞാൻ ബി ദിലീപ് കുമാർ. യുദ്ധക്കളത്തിലെ കാര്യങ്ങൾ അറിയാം. ആരായിരുന്നു കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമനൈ? വിപ്ലവാനന്തര ഇറാന്റെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറ ഉറപ്പിക്കുന്നതിനൊപ്പം രാജ്യത്തെ ഒരു പ്രാദേശിക വൻശക്തിയായി മാറ്റിയ ദീർഘദൃഷ്ടിയുള്ള നേതാവായിരുന്നു ഖമനൈ. അമേരിക്കൻ വിരുദ്ധത ഒരു പ്രത്യയശാസ്ത്രമായി ഉയർത്തിക്കാട്ടിയ ഖമനൈയുടെ ഭരണകാലം പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള കടുത്ത ഏറ്റുമുട്ടലിൻ്റേതായിരുന്നു. എന്നാൽ വലിയ സാമ്പത്തിക ഉപരോധങ്ങളും ആഭ്യന്തരമായ അസംതൃപ്തിയും കടുത്ത സ്ത്രീവിരുദ്ധ നിലപാടുകളും പിൽക്കാലത്ത് ഖമനൈയെ ആ ജനതയ്ക്ക് അപ്രിയനാക്കി മാറ്റി. എങ്കിലും ഖമനൈയോട് സ്നേഹം ബാക്കിവെച്ച വലിയൊരു വിഭാഗം ഇറാനിലുണ്ടായിരുന്നു. ജൂൺ 27 ഇറാൻ ഇറാഖ് യുദ്ധത്തിന്റെ മുന്നണി പോർനിര സന്ദർശിച്ച അലി ഖമനൈ ടെഹ്റാനിൽ മടങ്ങിയെത്തിയ ശേഷം അബുസർ പള്ളിയിൽ പ്രസംഗം ആരംഭിക്കവേ വേദിയിൽ ഖമനൈയുടെ മുന്നിലിരുന്ന ഒരു ടേപ്പ് റെക്കോർഡിനുള്ളിൽ ഒളിപ്പിച്ചുവെച്ച ബോംബ് പൊടുന്നനെ പൊട്ടിത്തെറിക്കുന്നു. സ്ഫോടനത്തിൽ ഖമനൈയുടെ നെഞ്ചിനും ശ്വാസകോശത്തിനും ഗുരുതരമായി പരിക്കേറ്റു. വലങ്കൈ ഭാഗികമായി തളർന്നു. പൊതുവേദികളിൽ ഖമനൈ തന്റെ ഇടം കൈകൊണ്ടാണ് പിന്നീട് പല കാര്യങ്ങളും ചെയ്തു വന്നിരുന്നത്. മുജാഹിദീൻ ഇ ഖൽക്ക് എന്ന മാർക്സിസ്റ്റ് സോഷ്യലിസ്റ്റ് ഇസ്ലാമിക സംഘമായിരുന്നു ആക്രമണത്തിന് പിന്നിൽ. 1985 ടെഹ്റാൻ യൂണിവേഴ്സിറ്റിയിൽ നടന്ന വെള്ളിയാഴ്ച പ്രാർത്ഥനാ സെഷനിൽ ഖമനൈയെ ലക്ഷ്യമിട്ട് മറ്റൊരു ചാവേർ ബോംബാക്രമണവും നടന്നു. അന്ന് ഇറാൻ പ്രസിഡന്റായിരുന്ന ഖമനൈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സ്ഫോടനത്തിൽ പരിക്കേൽക്കാതിരുന്ന ഖമനൈ 3 മിനിറ്റുകൾക്ക് ശേഷം തന്റെ പ്രസംഗം തുടരുകയായിരുന്നു. ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയായിരുന്നു ഈ ആക്രമണം. പിന്നീടുള്ള പല കാലങ്ങളിലും ഖമനൈക്കെതിരെ പല വധശ്രമങ്ങളുമുണ്ടായി. 2022 ഖമനൈക്ക് നേരെ ഡ്രോൺ ആക്രമണമുണ്ടായെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇറാൻ അത് സ്ഥിരീകരിച്ചിട്ടില്ല. 2025 ഇസ്രയേൽ ആക്രമണത്തിനിടെ ഖമനൈയെ ബങ്കറിലേക്ക് മാറ്റുകയും ചെയ്തു. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപ് ഇറാന്റെ ഭരണാധികാരിയായിരുന്ന ഷാ മുഹമ്മദ് റസേ പഹ്ലവിയുടെ കാലത്തും ഖമനൈ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. ഷാ ഭരണകൂടത്തിന്റെ രഹസ്യ പോലീസായ സാവക് ഖമനൈയെ 6 വർഷത്തോളം തടവിലാക്കിയിട്ടുണ്ട്. ജയിലിൽ വെച്ച് ഖമനൈ കടുത്ത ശാരീരിക പീഡനങ്ങൾക്ക് ഇരയായതായാണ് വിവരം. വിപ്ലവത്തിനു വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യം വർദ്ധിപ്പിച്ചത് ഈ ജയിൽവാസമായിരുന്നു. 1981 ആ വധശ്രമത്തിന് ശേഷം ആയത്തുള്ള അലി ഖമനൈയുടെ രാഷ്ട്രീയ വളർച്ച അതിവേഗത്തിലായിരുന്നു. ആ സ്ഫോടനം അദ്ദേഹത്തെ ഒരു രക്തസാക്ഷി പരിവേഷത്തിലേക്ക് ഉയർത്തുകയും ഇറാൻ രാഷ്ട്രീയത്തിൽ അനിഷേധ്യനാക്കുകയും ചെയ്തു. വധശ്രമം നടന്ന മാസങ്ങൾക്കുള്ളിൽ അന്നത്തെ പ്രസിഡന്റ് മുഹമ്മദ് അലി രാജായി മറ്റൊരു ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ ഖമനൈ വൻ ഭൂരിപക്ഷത്തോടെ ഇറാന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു പുരോഹിതൻ ഇറാന്റെ പ്രസിഡന്റ് പദവിയിലെത്തുന്നത് ആദ്യമായിട്ടായിരുന്നു. ഇറാൻ ഇറാഖ് യുദ്ധത്തിന്റെ കടുത്ത ഘട്ടത്തിലാണ് ഖമനൈ പ്രസിഡന്റായിരുന്നത്. വധശ്രമത്തിൽ പരിക്കേറ്റ കൈയുമായി യുദ്ധമുന്നണികളിൽ അദ്ദേഹം നേരിട്ടെത്തിയ സൈനികർക്ക് ആവേശം പകർന്നു. ഇത് സാധാരണക്കാരായ ഇറാനികൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ ജനപ്രീതി നേടിക്കൊടുത്തു. 1989 ഇറാന്റെ വിപ്ലവ നായകനായ ആയത്തുള്ള ഖൊമേനി അന്തരിച്ചു. ഖൊമേനിയുടെ പിൻഗാമിയായി നിശ്ചയിച്ചിരുന്ന ആയത്തുള്ള ഹുസൈൻ അലി മുൻതസേരി ഭരണകൂടവുമായി തെറ്റിയതിനെ തുടർന്ന് പുറത്തായിരുന്നു. ഈ സാഹചര്യത്തിൽ അലി ഖമനൈയെ അസംബ്ലി ഓഫ് എക്സ്പെർട്സ് അടുത്ത പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കുകയായിരുന്നു. പരമോന്നത നേതാവാകാൻ ഉയർന്ന മതപണ്ഡിത പദവി വേണമെന്നായിരുന്നു അന്നത്തെ നിയമം. എന്നാൽ ഖമനൈക്ക് ആ പദവി ഇല്ലാതിരുന്നിട്ടും
ഖൊമേനിയുടെ താൽപര്യപ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയാണ് ഖമനെയിയെ വാഴിച്ചത്. ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതിന് തെളിവാണ്. അധികാരമേറ്റ ഉടൻ തന്നെ ഖമനെയി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിനെ ശക്തിപ്പെടുത്തി. തന്റെ അധികാരം സംരക്ഷിക്കാനും ആഭ്യന്തര ഭീഷണികൾ നേരിടാനുമായിരുന്നു സൈന്യത്തെ ഖമനെയി തന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കിയത്. 3 പതിറ്റാണ്ടിലേറെ ഇറാനെ നയിച്ച അലി ഖമനെയി കേവലം ഒരു മതനേതാവായിരുന്നില്ല. പശ്ചിമേഷ്യയിലെ ഏറ്റവും ശക്തമായ സൈനിക രാഷ്ട്രീയ ശക്തികളിലൊന്നായി ഇറാനെ മാറ്റിയെടുക്കുന്നതിൽ ഖമനെയി വഹിച്ച പങ്ക് നിർണായകമാണ്. ഖമനെയിയുടെ ഭരണകാലത്ത് ഇറാന്റെ അധികാരം പൂർണ്ണമായും പരമോന്നത നേതാവിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു. ഹാഷിമി റഫ്സഞ്ചാനി മുതൽ ഇബ്രാഹിം റെയ്സി വരെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റുമാരുണ്ടായിരുന്നെങ്കിലും വിദേശ നയം, ആണവ പദ്ധതികൾ, സൈന്യം എന്നിവയിൽ അന്തിമ തീരുമാനം ഖമനെയിയുടേതായിരുന്നു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിനെ രാജ്യത്തെ ഏറ്റവും ശക്തമായ സാമ്പത്തിക സൈനിക ശക്തിയായി ഖമനെയി വളർത്തിയെടുത്തു. ഇറാന്റെ അതിർത്തികൾക്ക് പുറത്തേക്ക് സ്വാധീനം വ്യാപിപ്പിക്കുക എന്നത് ഖമനെയിയുടെ പ്രധാന തന്ത്രമായിരുന്നു. ലബനനിലെ ഹിസ്ബുള്ള, പലസ്തീനിലെ ഹമാസ്, യമനിലെ ഹൂതികൾ എന്നിവരെ സഹായിക്കുന്നതിലൂടെ മേഖലയിലെ അറബ് രാജ്യങ്ങൾക്കും ഇസ്രായേലിനും വെല്ലുവിളി ഉയർത്താൻ ഖമനെയിക്ക് കഴിഞ്ഞു. പോരാത്തതിന് ഇറാഖിലും സിറിയയിലും ഇറാന്റെ രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിക്കുന്നതിൽ ഖമനെയി വിജയിച്ചു. അമേരിക്കൻ വിരുദ്ധത ഒരു പ്രത്യയശാസ്ത്രമായി ഉയർത്തിക്കാട്ടിയ ഖമനെയിയുടെ ഭരണകാലം പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള കടുത്ത ഏറ്റുമുട്ടലിന്റേതായിരുന്നു. അമേരിക്കയെ മഹാശൈത്താൻ എന്ന് വിളിച്ച ഖമനെയി ഇറാനുമേൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ പ്രതിരോധിക്കാൻ പ്രതിരോധ സാമ്പത്തിക വ്യവസ്ഥ എന്ന ആശയം മുന്നോട്ട് വെച്ചു. പാശ്ചാത്യ സംസ്കാരത്തിന്റെ കടന്നുകയറ്റത്തെ ശക്തമായി എതിർത്ത അദ്ദേഹം ഇസ്ലാമിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക ക്രമം ഇറാനിൽ കർശനമാക്കി. ഇറാന്റെ ആണവ പദ്ധതി ഖമനെയിയുടെ കീഴിലാണ് ലോക ശ്രദ്ധ ആകർഷിച്ചത്. ഉപരോധങ്ങൾക്കിടയിലും ഡ്രോൺ സാങ്കേതിക വിദ്യയിലും മിസൈൽ നിർമ്മാണത്തിലും ഇറാൻ കൈവരിച്ച നേട്ടങ്ങൾ ഖമനെയിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായി അനുയായികൾ കാണുന്നു. ആണവായുധങ്ങൾ ഇസ്ലാം വിരുദ്ധമാണെന്ന് അദ്ദേഹം ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും യുറേനിയം സമ്പുഷ്ടീകരണത്തിലൂടെ പാശ്ചാത്യ ശക്തികളോട് തുല്യമായി വിലപേശാൻ ഇറാനെ പ്രാപ്തമാക്കിയതാണ് ഒടുവിൽ ഖമനെയിയുടെ അന്ത്യത്തിലേക്ക് നയിച്ചത്. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ നോവലിന്റെ ആരാധകനായിരുന്നു ഖമനെയി എന്നത് രസകരമായ ഒരു വസ്തുതയാണ്. 2004 ഇറാൻ ടെലിവിഷനിൽ നൽകിയ അഭിമുഖത്തിൽ ഖമനെയി പറഞ്ഞത് നോവൽ സാഹിത്യത്തിലെ ഒരു അത്ഭുതമാണ് പാവങ്ങളെന്നാണ്. ഖമനെയിയുടെ കാലഘട്ടം വലിയ ആഭ്യന്തര കലാപങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു. ജനാധിപത്യ പരിഷ്കാരങ്ങൾക്കായുള്ള 2009 ഗ്രീൻ മൂവ്മെന്റും 2022 22-കാരിയായ മഹ്സ അമിനിയുടെ കൊലപാതകത്തെ തുടർന്നുണ്ടായ പ്രതിഷേധത്തെയും ഖമനെയി കടുത്ത രീതിയിൽ അടിച്ചമർത്തുകയായിരുന്നു. ഇത് ഇറാനിലെ യുവതലമുറയ്ക്കിടയിൽ ഭരണകൂടത്തോടുള്ള അകൽച്ച വർദ്ധിപ്പിച്ചു. 2025 ഡിസംബറിൽ പണപ്പെരുപ്പത്തെ തുടർന്ന് ഇറാനിൽ ആരംഭിച്ച സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഖമനെയിക്കെതിരെയുള്ള പ്രതിഷേധം കടുപ്പിച്ചു. പ്രതിഷേധക്കാരെ നിർദ്ദയം വധിച്ച് പ്രക്ഷോഭം അടിച്ചമർത്താൻ നോക്കിയ നടപടി ഖമനെയിയെ ജനവിരുദ്ധനാക്കുകയും ചെയ്തു. ഇസ്രയേൽ അമേരിക്കൻ ആക്രമണത്തിൽ ഖമനെയി വധിക്കപ്പെട്ടതോടെ വിപ്ലവാനന്തര ഇറാനിലെ 4 പതിറ്റാണ്ട് നീണ്ട ഒരു അധ്യായത്തിനാണ് തിരശ്ശീല വീഴുന്നത്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.